അഡീനിയം പ്ലാന്റ് കെയർ ചെയ്യണതിൻ്റെ പാർട്ട് 3 ആണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ വാട്ടറിങ്, ഫെർട്ടിലൈസർ, റീപോട്ടിങ്, പോട്ടിംഗ് മിക്സ് അങ്ങനെയുള്ള പലതരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിന് മുൻപത്തെ 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. ഇന്നത്തെ പാർട്ട് 3ൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് പ്രൂണിങ്ങിനെ കുറിച്ചാണ്. അതായത് ഏതൊരു ചെടിയിലെയും ബ്രാഞ്ചുകളുടെ വളർച്ചയിലാണ് അതിൻ്റെ കായ്ഫലങ്ങൾ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ശരിയായ രീതിയിൽ ബ്രാഞ്ചുകൾ വന്നിട്ടില്ലെങ്കിൽ അതിലത്തെ പൂക്കളും കുറയും, കായ്കളും കുറയും. അപ്പോൾ അതിന് നമുക്ക് ശരിയായ രീതിയിലുള്ളൊരു പ്രൂണിങ് ആവശ്യമാണ്. പ്രത്യേകിച്ച് അഡീനിയം പോലെയുള്ള ചെടികളിൽ പ്രൂണിങ് മസ്റ്റാണ്. അല്ലെങ്കിൽ അത് വളരെ നീണ്ടുപോയി ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും അത് വളർന്നു വരിക. അതിൻ്റെ കോഡക്സ് ഒന്നും ശരിയായ രീതിയിൽ വണ്ണം വെച്ച് വരില്ല. അപ്പോൾ കോഡക്സിൻ്റെ വളർച്ചയ്ക്കും ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും അഡീനിയത്തിന് പ്രൂണിങ് നിർബന്ധമാണ്. അപ്പം ഇനി അതെങ്ങനെയാണ് പ്രൂണിങ് ചെയ്യണമെന്ന് നോക്കാം. ഓരോ ചെടിയുടെയും വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ വേണം അതിൻ്റെ പ്രൂണിങ് ചെയ്യാനായിട്ട്. അതായത് ഏതൊരു ചെടിയായാലും, അഡീനിയ ആയിക്കോട്ടെ വേറെ ഏതൊരു ചെടിയായാലും, അതിൻ്റെ വേരിൽ നിന്ന് ബ്രാഞ്ചുകളിലേക്കുള്ള ദൂരം എത്ര കണ്ട് കുറച്ച് ഇരിക്കണോ അത്ര കണ്ട് അതിന് ആരോഗ്യം കൂടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേര് വഴിയാണല്ലോ അത് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ വലിച്ചെടുത്തിട്ട് ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേരിൽ നിന്ന് കൂടുതൽ ദൂരം പോയിട്ട് കൊണ്ടു കൊടുക്കേണ്ട വരുമ്പോൾ അതിൻ്റെ ആരോഗ്യത്തിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളൂ വേര് വളരാനായാലും ഫുഡ് വലിച്ചെടുക്കാനായാലും ഒക്കെ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളിൽ നിന്നിട്ട് വേണം അതിൻ്റെ വളർച്ചേനെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര കണ്ട് അഡീനിയം ചെടി ബോൺസായി ആക്കി നിർത്താൻ പറ്റുമോ അത്ര കണ്ട് ബോൺസായി ആയി നിന്നാൽ അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക തടി വയ്ക്കുന്ന അവസ്ഥ കൂടി വരും. അപ്പോൾ കോഡക്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താ പറയുക വീതിയിലും ഇതിലൊക്കെ വന്നാലാണ് അതിൽ നല്ല പോലെ പൂക്കൾ പിടിക്കുക. അഡീനിയത്തിൽ 2 തരത്തിലുള്ള പ്രൂണിങ് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും ഒന്ന് സോഫ്റ്റ് പ്രൂണിങ്ങും. നമ്മളിപ്പോൾ ഈ ചെടികളിൽ ആദ്യം ചെയ്തത് ഹാർഡ് പ്രൂണിങ് ആണ്. അതായത് ചെടി വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കൊമ്പുകളും വെട്ടി അതിൻ്റെ ആ ഒരു മെയിൻ സ്റ്റെമ്മ് മാത്രം നിർത്തുന്ന അവസ്ഥ. ഈ ചെടിയാണെങ്കിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ നോക്കിയാൽ ഒരുവിധം വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്, തടിയുണ്ട്. അപ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള സോഫ്റ്റ് പ്രൂണിങ്ങേ ആവശ്യമുള്ളൂ. അതായത് പൂവുണ്ടായി കഴിഞ്ഞ ആ ഒരു കൊമ്പുകൾ മാത്രം ചെറിയ രീതിയിൽ വെട്ടിക്കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആണ്ടുപോയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലോണം താത്തിയിട്ട് തന്നെ വെട്ടിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ ചെടിയുടെയും വലിപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിൻ്റെ ആരോഗ്യത്തിനൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കാൻ. ഇപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടാൽ ആദ്യം കാണിച്ച ചെടി, ഇതിന് മുൻപ് കാണിച്ച ഈ ചെടിക്ക് തൊട്ട് മുൻപ് കാണിച്ച ചെടിയും അതുപോലെയുള്ള ഇപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടാൽ അതിൻ്റെയൊക്കെ കൊമ്പ് നോക്കിയാൽ അത്യാവശ്യം വണ്ണുണ്ട്. അപ്പോൾ ഈ വണ്ണുള്ള ചെടികൾക്ക് ഹാർഡ് പ്രൂണിങ് ആവശ്യമില്ല. വണ്ണമില്ലാതെ നീണ്ടുപോകുന്ന ചെടികൾക്കാണ് നമുക്ക് ഹാർഡ് പ്രൂണിങ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അത് ഹാർഡ് പ്രൂണിങ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ശരിയായ വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചെടി നോക്കിയാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ കണ്ട കൊമ്പുകളൊക്കെ പൊട്ടി നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നേക്കണം. അതുകൊണ്ട് തന്നെ അതുമ്പോൾ പൂക്കളും കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബൊക്കെ ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിന് സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ പൂവുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2 ഇല 3 ഇല താഴെ വെച്ചിട്ട് വെട്ടിക്കൊടുക്കുക. അല്ല നല്ലോണം താത്തി വെട്ടി കൊമ്പുകളൊക്കെ കൂടുതൽ വരുത്തുന്നതിനെയാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ വല്ലാണ്ട് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ നീണ്ടുപോയ കൊമ്പിൻ്റെ നമ്മൾ ആദ്യം മനസ്സിലൊരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഷേപ്പിലേക്ക് വേണം ഇവരെയൊക്കെ ഒന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. നമ്മൾ ഹാർഡ് പ്രൂണിങ്ങിന് വേണ്ടിയിട്ട് ചെടികളുടെ ബ്രാഞ്ച് വല്ലാതെ താഴ്ത്തി വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ധാരാളം കൊമ്പുകൾ, നമുക്ക് ആവശ്യത്തിലധികം കൊമ്പുകൾ മുളച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും
ആവശ്യത്തിലധികമുള്ള മുളകൾ വന്നു കഴിഞ്ഞാലും അതിലേക്ക് ആവശ്യമായ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ചെടികൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതും ഒരു വളർച്ചയുടെ ഒരു എന്താ പറയുക ഡെഫിഷ്യൻസി ആയിട്ട് വരും. അതായത് ഒരു കുറവായിട്ട് ആ ബ്രാഞ്ചസ് ഒന്നും ശരിയായ രീതിയിൽ തടി വെച്ച് വരില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള ബ്രാഞ്ചസ് വരുമ്പോൾ അതിനെ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയണതാണ് നല്ലത്. ആവശ്യമുള്ള 3 4 ബ്രാഞ്ച് അല്ലെങ്കിൽ 5 6 ബ്രാഞ്ച് സ്ട്രോങ് ആയിട്ട് വരുന്നുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ബ്രാഞ്ചസിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയണതാണ് നല്ലത്. ചെറിയ കത്രിക വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ മുറിച്ച് കളയുക. അപ്പോൾ ധാരാളം ബ്രാഞ്ചസ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ചെടികളിലെ പൂക്കൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് വരുന്ന ബ്രാഞ്ചസ് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു ആരോഗ്യമില്ലാതെ പല കേടുകൾ, മില്ലി ബഗ് അങ്ങനത്തെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്തു കൊടുത്ത് പുതിയ നല്ല ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ആരോഗ്യവും ചെടിയുടെ ആരോഗ്യവും ആശ്രയിച്ചിരിക്കും നമ്മുടെ ചെടികളിന്മേൽ പൂക്കളുണ്ടാവുന്നത്. അപ്പോൾ ചെടിക്ക് ആരോഗ്യമുള്ള ചെടികളിലെ നല്ല ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. നല്ല ബ്രാഞ്ചസ് വന്നാലേ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മുട്ട് അല്ലെങ്കിൽ 2 മുട്ട് അല്ലെങ്കിൽ ഒരു പൂവ് അതിനൊക്കെ വേണ്ടിയിട്ട് ചെടിയുടെ മൊത്തം ആരോഗ്യത്തെ കളയുന്നതിനേക്കാൾ നല്ലത് അത് വെട്ടിക്കളഞ്ഞ് അതിനെ അതിൻ്റേതായ രീതിയിൽ പ്രൂണിങ് ചെയ്ത് വളർത്തുന്നതാണ്. അഡീനിയം എപ്പോഴും ഹാർഡ് പ്രൂണിങ്ങിന് പറ്റിയ സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഉള്ള സമയത്ത് ചെയ്യുക, അല്ലെങ്കിൽ മഴക്കാലം കഴിയണോട് കൂടിയിട്ട് ചെയ്യുക. ഞാൻ മഴക്കാലം കഴിയണോട് കൂടിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് അഡീനിയത്തിൻ്റെ വളർച്ച എപ്പോഴും സ്ലോ ആയിരിക്കും. അപ്പോൾ മഴക്കാലം കഴിയണോട് കൂടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നല്ലൊരു വെയിൽ കിട്ടുന്ന സമയത്ത് അത് നല്ല ഉഷാറായിട്ടുള്ള ബ്രാഞ്ചസ് വന്ന് ധാരാളം മുട്ട് പിടിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു സീസൺ നമ്മുടെ ഡിസംബറോട് കൂടിയിട്ട് കഴിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ഡിസംബർ അവസാനത്തിലൊക്കെ സെക്കൻഡ് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ അഡീനിയം ചെടികൾ മെയിനായിട്ട് പ്രൂണിങ് ചെയ്യാറ്. പിന്നെ നമ്മൾ പൂവുണ്ടായി കഴിയുമ്പോൾ എപ്പോഴും ആ ഒരു പൂവുണ്ടായ കൊലയുടെ തൊട്ട് താഴെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയവും സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്ന സമയവും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. ഹാർഡ് പ്രൂണിങ്ങിന് എപ്പോഴും ഒരു കൊല്ലത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന പോലെയുള്ളൊരു സമയമാണ് നമുക്ക് നല്ലത്. അപ്പോൾ എപ്പോഴും ഇത് വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിലാണ് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാറ്. അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ് പൂവുണ്ടായി കഴിയുന്ന ഓരോ അവസ്ഥയിലും ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്.